സമയം എന്റെ മുൻപിലില്ലല്ലോ. കർത്താവിന് സ്തോത്രം. അപ്പോൾ 3 വിധത്തിൽ ജാതികൾ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. എങ്ങനെ? ഹല്ലേലൂയ. ജാതികളുടെ കാലം, ജാതികളുടെ പൂർണ്ണസംഖ്യ, ഹല്ലേലൂയ, ജാതികളുടെ സമ്പത്ത്, ഇല്ലേ? ഹല്ലേലൂയ. The riches of the Gentiles, the time of the Gentiles, the fullness of the Gentiles. ഹല്ലേലൂയ. ഈ 3 കൂട്ടം കാര്യങ്ങളും ജാതികൾ ശക്തിപ്പെടുവാൻ കാരണം യഹൂദന്റെ ദൈവത്തിന്റെ പ്രമാണത്തിന്റെ ലംഘനമാണ്. നമുക്കൊരു ഉദാഹരണം നോക്കിയാൽ, ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഗിദെയോൻ ഒരു പരീക്ഷണം നടത്തുന്നു. ഒന്ന് നോക്കിക്കേട്ട വസ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 39 മുതൽ ഗിദെയോൻ ഒരു ഉണങ്ങിയ ആട്ടിൻ തോൽ. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ നേരെ ജ്വലിക്കരുത്, ഞാൻ ഒരിക്കൽ കൂടെ സംസാരിച്ചു കൊള്ളട്ടെ. തോൽ കൊണ്ട് ഒരു പരീക്ഷയുടെ കഴിച്ചുകൊണ്ടായി. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നാൽ അരുളണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. മതി. കർത്താവിന് സ്തോത്രം. എല്ലാം വായിക്കാൻ സമയക്കുറവുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഗിദെയോൻ ദൈവമുൻപാകെ ഒരു പരീക്ഷണം നടത്തുകയാണ്. ഈ ഉണങ്ങിയ ആട്ടിൻതോൽ എന്ന് പറയുന്നത് യഹൂദനെ കുറിക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഗിദെയോൻ ആട്ടിൻതോൽ പരസ്യ സ്ഥലത്ത് വെച്ചതിന് ശേഷം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, തോൽ മാത്രം നനഞ്ഞിരിക്കുകയും ചുറ്റുപാടൊക്കെ ഉണങ്ങിയിരിക്കുകയും വേണം. 2-ാമത്തെ പ്രാവശ്യം പറയുന്നു, ദൈവമേ, തോൽ മാത്രം, ഹല്ലേലൂയ, തോൽ മാത്രം ഉണങ്ങിയിരിക്കുകയും ചുറ്റുപാടുകളൊക്കെ നനഞ്ഞിരിക്കുകയും വേണം. ഹല്ലേലൂയ. ഈ പരീക്ഷണം എന്തിനെ കുറിക്കുന്നു? ഉണങ്ങിയ തോൽ യഹൂദനെ കുറിക്കാൻ, ഇസ്രായേലിനെ കുറിക്കുകയാണ്. ഹല്ലേലൂയ. തോൽ ഉണങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്റെ വരണ്ട അരക്ഷിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ വരണ്ട അനുഭവത്തിലേക്ക് യഹൂദൻ മാറ്റപ്പെട്ടു പോയപ്പോൾ ചുറ്റുപാടുമുള്ള ജാതികൾക്ക് സമ്പത്ത് വർദ്ധിക്കുവാനും, ഹല്ലേലൂയ, അവർക്ക് ധനം സമ്പാദിക്കുവാനും അവരുടെ പൂർണ്ണസംഖ്യ ചേരുവാനും കാരണമായി തീർന്നത് യഹൂദൻ ഈ വിധത്തിൽ വറ്റിവരണ്ടു പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ഓർപ്പിക്കുന്നു, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ ദൈവം നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നീ പറയും, നിന്നെ ഒട്ടിക്കേണ്ടതിന് യഹൂദനെ ഒടിച്ചു കളഞ്ഞു എന്ന് ഒരുപക്ഷെ നീ പറയുമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഒടിക്കുവാൻ കാരണം എന്താണെന്നറിയാമോ? അവന്റെ അവിശ്വാസമാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയെങ്കിൽ ദൈവം നിന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തികളാലാണ്, അല്ലെങ്കിൽ വിശ്വാസത്താലാണ്. നിനക്ക് ഞെളിയാൻ ഒന്നുമില്ല. നിനക്കെന്ന് പറഞ്ഞാൽ മീൻസ് നമുക്ക്, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക്, ഹല്ലേലൂയ, എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾക്ക് ഞെളിയാനോ, ഹല്ലേലൂയ, പ്രശംസിക്കാനോ ഒന്നുമില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃപയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കുന്നു. കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യഹൂദനെ, ഈ 9-ാം അധ്യായം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സമയന്റെ മുമ്പിലുള്ള കർത്താവിന് സ്തോത്രം. 9-ാം അധ്യായ റോമാലേഖനം, ഹല്ലേലൂയ, 30-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കട്ടെ. Praise the Lord. ഹല്ലേലൂയ. റോമാലേഖനം 9-ാം അധ്യായം 30. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നീതി തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കാട്ടെ. നീതിയെ പിന്തുടരാത്ത ജാതി. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നീതിയെ പിന്തുടരാത്ത ജാതി നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. വിശ്വാസത്താലുള്ള നീതി തന്നെ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താലുള്ള നീതി കരസ്ഥമാക്കുവാൻ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? യഹൂദനെ ദൈവം ഒടിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ഭംഗം, അവന്റെ ഭ്രംശം, ഹല്ലേലൂയ, അവന്റെ വരൾച്ച, ഹല്ലേലൂയ, അവന്റെ പരാജയം, ജാതികളായ നമുക്ക് രക്ഷ വരുവാൻ, ജാതികളായ നമ്മുടെ പൂർണ്ണ സംഖ്യ ചേരുവാൻ, ജാതികളായ നമുക്ക് സമ്പത്തുണ്ടാകുവാൻ,
Praise the Lord. കാരണമായി കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ലോകരാജ്യങ്ങളിൽ ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ട ഒരു ജനമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാണ് ജാതികളുടെ കാലം ആരംഭിക്കുന്നത്? ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയുന്നു. BC 606 ഹല്ലേലൂയ, BC 606 ഹല്ലേലൂയ, ജാതികൾ, അതായത് നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം വായിക്കുമ്പോൾ രാജാവ് ഒരു വലിയ സ്വപ്നം കാണുന്നു. കർത്താവിന് സ്തോത്രം. ആ സ്വപ്നത്തിൽ താൻ കണ്ട ബിംബം, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, വലിപ്പമേറിയത്, ഹല്ലേലൂയ, ഭംഗിയുള്ളത്, കർത്താവിന് സ്തോത്രം, മനോഹരമായത്, ഭയാനകമായത്, ഹല്ലേലൂയ, ഗ്രേറ്റ്, ബ്രൈറ്റ്, എക്സലന്റ്, ടെറിബിൾ, ഹല്ലേലൂയ. ഈ 4 വിധത്തിലുള്ളതായ ഒരു ബിംബത്തെയാണ് ഹല്ലേലൂയ നെബൂഖദ്നേസർ ഹല്ലേലൂയ സ്വപ്നത്തിലൂടെ കാണാൻ തക്കോണം ഇടയായത്. എന്താണ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ബാബിലോൺ സാമ്രാജ്യത്തോളം അത്രയധികം മഹിമയുള്ള ശ്രേഷ്ഠമേറിയ ഒരു ഭരണം ലോകരാജ്യത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നു, രാജാവ് സ്വേച്ഛാധിപതിയാണെങ്കിലും രാജഭരണം, രാജാവ് നല്ലതാണെങ്കിൽ രാജഭരണമാണ് നല്ലത്. കർത്താവിന് സ്തോത്രം. നമ്മളിപ്പോൾ ജനാധിപത്യ കാലത്ത് അത് പറഞ്ഞാൽ അനേകർക്ക് മനസ്സിലാകത്തില്ലെങ്കിലും രാജാവ് നല്ലതാണെങ്കിൽ രാജഭരണം തന്നെയാണ് നല്ലത്. ഞാൻ പറയുന്നു, ഏകദേശം 20 വർഷക്കാലം പുറത്തു പോകാതെ ഹല്ലേലൂയ എന്തെല്ലാം പ്രതികൂല സാഹചര്യത്തിലും ഒരുമിച്ച് സന്തോഷത്തോടെ വസിക്കുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളിലും ബാബിലോണിനകത്തുണ്ടായിരുന്നു. 20 വർഷക്കാലം ഒരു തീപ്പെട്ടി കമ്പനി പോലും പുറത്തു പോകേണ്ട ആവശ്യം വരുത്തില്ലായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജാതികൾ എന്ത് ചെയ്തു? യെരുശലേമിനെ തകർത്ത് യെരുശലേമിന്റെ ഭരണം കയ്യേറ്റു. മേദ്യ പേർഷ്യ സാമ്രാജ്യം അധികാരത്തിൽ വന്നു. രണ്ടാമത് ഗ്രേറ്റ്, രണ്ടാമത്തേത് ബ്രൈറ്റ്. ഹല്ലേലൂയ. മേദ്യ പേർഷ്യ സാമ്രാജ്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. കുറെ നാൾ നിലവിൽ നിന്നു, അത് മാറ്റപ്പെട്ടു പോയി. മൂന്നാമത് ഹല്ലേലൂയ ഒരു ഭരണം വന്നു. ഇതെല്ലാം യെരുശലേം കേന്ദ്രമാക്കി ആയതുകൊണ്ടാണ് ഇത് പറയാൻ തക്കോണം കാരണമായത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂന്നാമത് യവന സാമ്രാജ്യം. നമുക്കറിയാം, അലക്സാണ്ടർ ഒരു തുള്ളി രക്തം പോലും യെരുശലേമിൽ ചീന്താതെ തന്നെ യെരുശലേമിനെ ഹല്ലേലൂയ കീഴടക്കുവാൻ തക്കോണം ഇടയായി. മൂന്നാമത്തെ സാമ്രാജ്യം യവന സാമ്രാജ്യമാണ്. ഹല്ലേലൂയ. നാലാമത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം, അതാണ് ഭയാനകം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്ന ഘോരമൃഗം, ഹല്ലേലൂയ, ആ ഘോരമൃഗത്തിന്റെ ഹല്ലേലൂയ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമരുകയായിരുന്നു യഹൂദൻ, ഇസ്രായേൽ ജനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളഞ്ഞു. ജാതികൾ യെരുശലേമിനെ ആക്രമിച്ചു. ജാതികൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ യെരുശലേമിന് നേരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്.